ഇതാരാമോനെ ദിനേശ ഈ എരപ്പാളത്തിലൊക്കെ കാണിച്ചേ? നീയാ? ഞാൻ പറഞ്ഞിട്ടാ അവന്മാരിത് ചെയ്തു. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല, ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടാത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ ഇവിടെ ഇട്ടേക്ക്. പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. മനസ്സിലായോ? അതിപ്പം മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി. കേട്ടാ മോനെ ദിനേശ? അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന നിന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. നീ ആരെ ഈ വീട്ടിൽ നിറക്കി വിട്ടെന്നറിയോ? എന്റെ പെങ്ങളെ, ഇന്ദു ചൂടന്റെ അനിയത്തിയെ. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തും നിന്നെ പാതാളത്തിലേക്ക്. അയാളാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നാറുന്ന നാണക്കേടായ അന്തസ്സുള്ള മുഴുവൻ പോലീസുകാരുടെയും ആത്മാഭിമാനത്തിലെ തേച്ചാലും മാച്ചാലും മായാത്ത വൃത്തികെട്ട കറയാത്താൻ അദ്ദേഹത്തെ അയാളെന്ന് വിളിക്കരുത്. വിളിച്ചാൽ നാവിൽ ഞാൻ പച്ചരിമ്പി പണിത മോതിരവിടും. ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചെരുപ്പുടങ്ങിട്ട് കാലം കുറെ ആയിടും. അതേടോ ചെറുപ്പാ ഇത്രയും കാലം താൻ ചെയ്തത്. കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും പ്രിയപ്പെട്ട ക്ഷൗരക്കാരനായിരുന്നു താൻ. ഇപ്പൊ ഈ തറ വേല കാണിച്ചത് മണപ്പള്ളി സുധീരനും അവന്റെ ചേട്ടനും സുഖം കിട്ടാനുമാണെന്നും അറിയാം. പക്ഷെ മോനെ ദിനേശ, നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ, അത് എന്റെ ദേഹത്ത് നടത്തല്ലേ. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, കേസ് രജിസ്റ്റർ ചെയ്യാം, കോടതിയിൽ ഹാജരാക്കി തെളിവുകളും സാക്ഷികളും നിരത്തി വെച്ച് വാദിക്കാം. എന്നിട്ട് വിധി എഴുതാനിരിക്കുന്ന തിരുമനസിന് ബോധ്യപ്പെടണം. അപ്പോഴേ അദ്ദേഹം കുറ്റവാളിയാകുന്നുള്ളൂ. SP സുധീരന്റെ ഓഫീസിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ കൊണ്ടുപോകണം അദ്ദേഹത്തെ. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൽ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. എന്റെ അച്ഛന് വേണ്ടിയാവുമ്പോ ഞാനത് സന്തോഷത്തോടെ ചെയ്യും. തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും. ദിനേശ, നിന്റെ കുടുംബം കോഞ്ഞാട്ടായി പോവേ. പോലീസുകാരാ, ഞാൻ ഈയിടെ എന്റെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചു. അതിൽ എഴുതിയിട്ടുണ്ട് പോലീസുകാരെ കൊല്ലാനുള്ള യോഗം ഉണ്ടെന്ന്. അച്ഛൻ വരും.